വെച്ച താൻ പ്രിയമിച്ച കർത്തൃസന്നിധിയിൽ തീർക്കുവാനായിട്ടിടയായി. നമുക്ക് പുതിയ ശരീരം ഇവിടെ ചില ദിവസങ്ങൾ ആക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട സ്വസംസ്കാര ശുശ്രൂഷ നൽകേണ്ടതിന് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവവചനത്തിന് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അയപ്പാനായിട്ടിടയാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ് ഈസ്റ്റർ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ് PC ചെറിയാൻ അവറുകളാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. അദ്ദേഹം രാവിലെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കും. അതിനായിട്ട് ഇപ്പോൾ 90-ാം സങ്കീർത്തനം ദൈവവചനത്തിൽ വായിക്കുന്നു. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അനാദിയായും ശാശ്വതമായിട്ടും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്തെ അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എന്തുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിച്ചു. തുടർന്നു ദൈവ സാന്നിധ്യം എല്ലാ നിലകളിലും വെളിപ്പെടുവാൻ, എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ്യാപാരം വെളിപ്പെടുകയും വലിയ പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ പ്രിയ കുടുംബത്തെ പിന്നെയും കർത്താവ് ആശിസിപ്പാൻ എല്ലാം സമർപ്പിച്ചു. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ചെറിയാനവറുകൾ സർവാശ്വാസങ്ങളുടെയും ഉറവിടമായി ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായ ദൈവമാകയാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തിൽ നിർമ്മിക്കുന്നതിനും മുന്നവേ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. മനുഷ്യായുസ് ക്ഷണികമാണല്ലോ. അത് 70 ഏറെയായാൽ 80. അത് വേഗം തീരുകയും ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോവുകയും ചെയ്യുമെന്ന് മോശ പാടിയല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിയച്ചായന് ദൈവം ഈ ഭൂമിയിൽ ജീവിപ്പാൻ അനുവദിച്ചൊരു പുരുഷായുസ് പൂർത്തീകരിച്ച് നല്ല ഒരു മകനായി, നല്ലൊരു ഭർത്താവായി, തികഞ്ഞ ഒരു വിശ്വാസിയായി, നല്ലൊരു വെള്ളിപ്പച്ചനായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, എല്ലാവർക്കും ഒരു നല്ല സ്നേഹിതനായി ജീവിപ്പാൻ ദൈവം കൃപ കൊടുത്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദാസിയെയും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയും ദൈവം നൽകിയല്ലോ. എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് താൻ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് ചേർക്കപ്പെടുവാൻ അങ്ങയ്ക്ക് തന്നോട് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. തൻ്റെ ബോഡി വിശുദ്ധന്മാർക്ക് യോഗ്യമായി സംസ്കരിക്കേണ്ടതിന് ഞങ്ങൾ ഈ മോർച്ചറിയിൽ സൂക്ഷിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭവനത്തിലേക്കുള്ള യാത്രയിൽ, ഭവനത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ, സെമിത്തേരിലെ ശുശ്രൂഷകളിൽ എല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. വരുവാനുള്ള ബന്ധുക്കളായി, ചാർച്ചക്കാരായി, സ്നേഹിതരായിട്ടുള്ളവരെല്ലാം തക്ക സമയത്ത് കടന്നു വരുവാനും ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി നടക്കുവാനും പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം നിയന്ത്രിപ്പാനും ഇടയാകേണ്ടതിനായി ദൈവത്തോട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതേ, തൻ്റെ വേർപാട് സഭയ്ക്ക് വലിയ നഷ്ടമാണ്, ഭവനത്തിന് വലിയ നഷ്ടമാണ്. എന്നാൽ തനിക്കതൊരു വലിയ ലാഭമാണല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്കധികം വാഞ്ചിയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് ഓർപ്പിച്ചതുപോലെ താൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന തൻ്റെ ദാസിയെയും ദൈവം ദാനമായി കൊടുത്ത മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, സഹോദരവർഗങ്ങളെ ദിവ്യസമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വലിയൊരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ആ ഭവനം ഒരുക്കിയാൽ വേഗത്തിൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം എന്നരുളി ചെയ്ത കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവേശുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ സുദിനത്തിൽ ഞങ്ങളുടെ പ്രിയനേച്ചാനും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന പ്രത്യാശ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പരിക്കപ്പെടുവാൻ ദൈവമിടയാക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ നന്നായി ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ പ്രിയ പാസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും മഹത്വം അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ രക്ഷിതാവിനുള്ള നാമത്തിൽ താഴ്മയോടും വിനയത്തോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ നല്ല പിതാവേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കട്ടെ. നിന്നോടൻ
വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ വെളിപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇപ്പോൾ 90-ാം സങ്കീർത്തനം കർത്താവിന്റെ ദാസൻ ഷാന വായിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി അവർ പ്രാർത്ഥിക്കുകയും. കർത്താവേ, നീ ഞങ്ങളുടെ തലമുറമയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായാലും ഭൂമിയും ഭൂമണ്ഡലവും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ ഒടിയിലേക്ക് ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിലെ ഒരു രാമം പോയെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളഞ്ഞു. അവർ തുറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളയ്ക്കുന്ന പുല്ല് പോലെ അത് രാവിലെ തളിച്ചു വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ ക്രോധത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മുഖാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരം ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, അത് ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിച്ചവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തിന് ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനന്തമന സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവർ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ പ്രസാദം ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. ദൈവസന്നിധാനത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവാകരങ്ങളിലേക്ക് സുമറമായി ഈ രാവിലെ ദൈവ തിരുവാദം പരിഹരിപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്നേഹനിധിയാകുന്ന പിതാവി, ഈ മനോഹരമായ വിശുദ്ധ വലക്കാലം അങ്ങയുടെ കൃപയിൽ ആസ്വദികത്തിന്റെ ആത്മാവെ പ്രിയനീശനായ ഞങ്ങള് സ്വർഗത്തിലെ പിതാവ് 70 വയസ്സുവരെ നീ പരിപാലിപ്പിച്ചു കൃപയ്ക്കായി സ്തുതിക്കുന്നു. 70 വർഷവും ജീവിപ്പാൻ നീ എവിടെയാക്കുന്നതാ, അങ്ങയുടെ സന്നി ചേർപ്പാൻ നീ എവിടെയാക്കിനാ സ്തുതിക്കുന്നതാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാ. സ്വർഗത്തിലെ പിതാവി, യമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ രജീയ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മസാനി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അരുവിനെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കളെയും ശാസ്ത്രക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം പരിപാലിക്കണമേ. ഇന്നേ പോലെ കാലം ദൈവത്തിന്റെ ആത്മാവി ഈ ഫോണിന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹം ദൈവമിടിയാക്കണേ പ്രാർത്ഥിക്കുന്നു. സമയത്ത് ശുശ്രൂഷ അനുഗ്രഹമാക്കണേ പ്രാർത്ഥിക്കുന്നതാ. അങ്ങയുടെ കരങ്ങളിലേക്ക് സഫലമായി ദൈവമിടിയാക്കണേ പ്രാർത്ഥിക്കുന്നു. എല്ലാം പരിശുദ്ധന്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാ. സ്വർഗത്തിലെ പിതാവ് തന്റെ മകളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാൻ ബലം കൊടുക്കും ദൈവമിടിയാക്കണേ പ്രാർത്ഥിക്കുന്നതാ. അങ്ങയുടെ തിരുവാദമിടി സമൂലമായി സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. എല്ലാം നന്മയാക്കി വെളിപ്പെടുത്തും ദൈവമിടിയാക്കണേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രത്യാശയുടെ വചനങ്ങൾ കേൾക്കുവാൻ, ഉറയ്ക്കുവാൻ, ബലപ്പെടുവാൻ ദൈവമിടിയാക്കണേ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കായി സ്വോത്രം ചെയ്യുന്നു. എല്ലാ മാനവും ഊത്തെടുക്കണം യേശുവിന്റെ നാമത്തന്നെ. യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞോ ദേവേശ. യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞോ. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. താതനിഷ്ടം നടപ്പതിനനുസരിച്ചു.
അന്നാസിൻ അരമനയിൽ മന്നവാ നീ വിധിക്കപ്പെട്ടു. അന്നാസിൻ അരമനയിൽ മന്നവാ നീ വിധിക്കപ്പെട്ടു. കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. എന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ളാൽ മുടിയും വച്ചു. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ബലഹീനൻ ആയ നിന്മേൽ വലിയ കുലമരം ചുമത്തി. ബലഹീനൻ ആയ നിന്മേൽ വലിയ കുലമരം ചുമത്തി. തലയോടിട മലമുകളിൽ അലിവില്ലാതയ്യോ യൂദർ നടത്തി നിന്നെ. ദൈവജനമേ, വേർപാട് എല്ലാ വിധത്തിലും വേദനാജനകമാണ്. മാനുഷിക വാക്കുകൾക്കും നമ്മുടെ സാന്നിധ്യത്തിനുമൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്താലും വചനത്തിന്റെ ശക്തിയാലും വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ അമ്മച്ചിയെ, മക്കളെ, കൊച്ചുമക്കളെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 70 വർഷം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഇഹത്തിൽ കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും വാത്സല്യ അച്ചായന് ദൈവം കൃപ കൊടുത്തു. ദൈവം കൊടുത്ത ആയുസ്സിൽ ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിന്റെ വഴികളെ തള്ളിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷക്തരുടെ കൈക്കീഴിൽ സ്നാനമേറ്റ് ദൈവാത്മാവിന്റെ നിറവ് പ്രാപിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി വിശ്വസ്തയോടെ കാത്തിരിപ്പാൻ വാത്സല്യ അച്ചായന് ദൈവം കൃപ കൊടുത്തു. പ്രിയരെ, എനിക്കൊന്നറിയാം, ഡെഡ് ബോഡിക്ക് അരികിൽ നിന്ന് സ്വോത്രം എന്ന് പറയാൻ പറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്തീയ മാർഗമാണ്. മരണം എന്ന 3 അക്ഷരമുള്ള വാക്ക് കേൾക്കുമ്പോൾ സകല മനുഷ്യന്റെയും ഉള്ളത്തിൽ ഭയമാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരു ദൈവത്തിന്റെ പൈതൽ മരണത്തെ ഭയപ്പെടത്തില്ല.
വാട്ട് ഈസ് ഡെത്ത്, എന്താണ് മരണം എന്നുള്ളതിനെ കുറിച്ച് മരണത്തിന് ഒരു ഭക്തൻ കൊടുത്ത ഡെഫിനിഷൻ ഇതാണ്. വാട്ട് ഈസ് ഡെത്ത്? ആ ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഡെത്ത് ഈസ് എ ബെറ്റർ പ്രൊമോഷൻ ടു എ ബെറ്റർ പ്ലേസ്. ഏറ്റവും നല്ല സ്ഥലത്തേക്കുള്ള ഒരു പ്രൊമോഷനാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത്, വേർപാട് എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ വാത്സല്യ അച്ചായൻ പ്രവേശിച്ചത് ഏറ്റവും നല്ല സ്ഥലത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വാത്സല്യ അച്ചായന് വേണ്ടി ഒരിക്കൽ ഭവനത്തിലേക്കാണ് പ്രവേശിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ധന്യനായ പൗലോസ് പറഞ്ഞതുപോലെ, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാത്സല്യ അച്ചായനെ ചില ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മിൽ നിന്നും വേർപെട്ട് പോകുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ കുടുംബമായി വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അന്ന് ഒത്തിരി സന്തോഷമായി. എന്നെ കണ്ടത് എഴുന്നേറ്റിരുന്നു, എന്റെ കൈക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? ആ പാസ്റ്ററെ, ഞാൻ പാസ്റ്ററെ ഓർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നേരം ആമേൻ സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ശരീരത്തിന് അല്പം ബലഹീനതയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആമേൻ മനസ്സിലാക്കുവാൻ സാധിച്ചു. വാത്സല്യ അച്ചായന്റെ ഉള്ളത്തിലെ പ്രത്യാശയുടെ ആഴം, ദൈവസ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ആമേൻ ഭവനത്തിൽ ചെന്നപ്പോൾ കുവൈറ്റിൽ നിന്ന് വാത്സല്യ പ്രസാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒത്തിരി മാറ്റമുണ്ട്, അച്ഛൻ എഴുന്നേറ്റിരുന്നു, സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്റെ ഉള്ളത്തിൽ സന്തോഷമായി. വളരെ പ്രാർത്ഥിച്ചു. നമ്മളെല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. തന്റെ ഭവനത്തിലേക്ക് വിളിച്ചു ചേർക്കുവാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. വാത്സല്യ അച്ചായൻ ഇപ്പങ്ങളുടെ പരദീസയിൽ ആമേൻ കോടി കോടി വിശുദ്ധന്മാരുമൊത്ത് സന്തോഷിക്കുകയാണ്. പ്രിയരേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വാത്സല്യ അച്ചായൻ 3 മക്കളെ ദൈവദാനമായി കൊടുത്തു. എനിക്ക് അവരെ പറ്റി പറയുന്നതിൽ സന്തോഷമുണ്ട്. 3 പേരും ദൈവകൃപയിൽ ശോഭിക്കുന്ന ആമേൻ മക്കളാണ്. അവർ കുടുംബമായി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കുവൈറ്റിൽ ആമേൻ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നപ്പോൾ വാത്സല്യ പ്രസാദും കുടുംബവും എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്തത് കേവലം വാക്കുകളിൽ എനിക്ക് ഒതുക്കുവാൻ പറ്റുന്നതല്ല. അത്രമാത്രം കൈത്താങ്ങൽ തന്നു. ആ കുടുംബത്തെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ അഭിഷക്ത ദാസന്മാരെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ സ്നേഹിക്കുന്ന ഒരു ഭവനമായിരുന്നു ഇത്. ഒരു ഭവനമാണ് ഇതെന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കൊന്നറിയാം, ഈ ഡെഡ് ബോഡിക്കരികിൽ വാത്സല്യ മക്കളും കൊച്ചുമക്കളും വാത്സല്യ അമ്മച്ചിന്നൊക്കെ പ്രത്യാശയോടെ ഇരിക്കുവാൻ കാരണം അവരുടെ ഉള്ളത്തിൽ വേദനയില്ലാഞ്ഞിട്ടല്ല, അയ്യോ എന്ന് നിലവിളിച്ച് മാറത്തടിച്ച് നിലവിളിക്കുവാൻ ഉള്ളത്തിൽ വേദനയില്ലാഞ്ഞിട്ടല്ല. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? കാഹളം ധ്വനിക്കും. മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അന്ന് വാത്സല്യ പിതാവിനെ, നമ്മിൽ നിന്നും വേർപെട്ടു പോയ വാത്സല്യ പിതാവിനെ തേജസ്സിന്റെ ശരീരത്തിൽ മുഖാമുഖം കാണാം എന്ന് ക്രിസ്തുവിൽ പ്രത്യാശയുള്ള എല്ലാ മക്കളും നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. യെരൂശലേമിന്റെ തെരുവിലൂടെ മാനവർഗത്തിന്റെ പാപത്തിന്റെ പാവഭാരം വഹിച്ചുകൊണ്ട് ആമേൻ ക്രൂശ് ചുമന്ന കാൽവരിയുടെ ഗിരിമകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ പിടഞ്ഞു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ എന്റെ യേശു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആമേൻ വേഗം വരും. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരിക്കുവാൻ സമയമായി, സഭയുടെ ഉത്പ്രാവണം സംഭവിക്കുവാൻ സമയമായി. നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മോശ പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും വാത്സല്യ അച്ചായന്റെ ആത്മശാന്തിക്ക് വേണ്ടിയല്ല, ദുഃഖത്തിലിരിക്കുന്ന ദൈവമക്കളുടെ ആശ്വാസത്തിന്, നമ്മുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. 90-ാം സങ്കീർത്തനത്തിൽ അമ്മയുടെ ബോഡിക്കരികിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ നാളുകളെ എണ്ണുവാൻ എനിക്ക് കൃപ തരണമേ, എന്റെ നാളുകളെ എണ്ണുവാൻ എനിക്ക് കൃപ തരണമേ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. ധന്യനായ പത്രോസ് തന്റെ ലേഖനത്തിൽ കുറിച്ചതുപോലെ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യായുസിന്റെ അല്പത, മനുഷ്യായുസിന്റെ ക്ഷണഭംഗുരത ആമേൻ
മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രവാസകാലം ഭക്തിയോടെ തികച്ചെടുപ്പാൻ, ഭയത്തോടെ തികച്ചെടുപ്പാൻ, വിശുദ്ധിയോടെ തികച്ചെടുപ്പാനുള്ള ദൈവ കൃപ എനിക്ക് തരണമേ എന്ന് വ്യക്തിപരമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ മാതാവിനെ, മക്കളെ, കൊച്ചുമക്കളെ, കർത്താവിന്റെ ജനത്തെ, ദൈവസഭയെ, കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, വചനത്തിന്റെ ശക്തിയാൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തികഞ്ഞ പ്രത്യാശയോടുകൂടെ പത്തനാപുരം ഡിസ്ട്രിക്റ്റും പത്തനാപുരം ടൗൺ സഭയും ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വാത്സല്യ പിതാവീതത്തിൽ ജീവിച്ചു, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിച്ചു. കർത്താവേ, ഹല്ലേലൂയ. തികഞ്ഞ പ്രത്യാശയോടെ ആമേൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പാ, വാത്സല്യ മാമയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകല ആശ്വാസങ്ങളെയും ഉറവിടമായി ഞങ്ങളുടെ കർത്താവേ, അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം, അഭിഷക്തദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യുദ്ധിച്ചോട് ദൈവസഭയ്ക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ ഭംഗിയായി നീന്തൽപ്പാനുള്ള കൃപ അവിടുത്തെ അഭിഷേകത്തിനും പകർന്നാട്ടെ. എന്റെ കർത്താവേ, ഞങ്ങളുടെ നാടുകളിൽ എഴുതുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രവാസകാല ഭക്തിയോടെ തിരിച്ചെടുപ്പാൻ ഉള്ള കൃപ ഞങ്ങളുടെ മേൽ പകരും. എല്ലാ മതത്വവും അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശുശ്രൂഷ തീരുന്നിടം വരെ എനിക്ക് സംബന്ധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു വിഭാഗത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പോയാലും ഈ ശുശ്രൂഷ വഹിച്ച ഭവനത്തിന്റെ കർത്താവിന്റെ മക്കളുടെ ആശ്വാസത്തിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മെ എല്ലാം ബലപ്പെടുത്തട്ടെ. നിവർത്തിക്കുന്ന ശക്തന്മാരായ ശക്തന്മാർ അവരുടെ തിരക്കുകളുടെ നടുവിൽ രാവിലെ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി. വളരെ പ്രധാനപ്പെട്ട പല ശുശ്രൂഷകളിലും കടന്നു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തുടർന്നും ചില കർത്തൃദാസന്മാർ ആശ്വാസവചനങ്ങൾ, അനുസ്മരണങ്ങൾ നടത്തുന്നതിനായിട്ട് കർത്തൃദാസന്മാരെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ചെറിയാൻ ചാക്കോ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഗോസ്ബൽ ടീം സെക്രട്ടറിയാണ്. അദ്ദേഹം ചില മിനിറ്റുകൾ എടുക്കും. അതിനുശേഷം അദ്ദേഹം ഈ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ശുശ്രൂഷകനാണ്. അദ്ദേഹം ചില മിനിറ്റുകൾ ശുശ്രൂഷിക്കും. അതിനുശേഷം പാസ്റ്റർ റജി ജോൺ, ഈ ഡിസ്ട്രിക്റ്റിലെ വിഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, അദ്ദേഹം ചില സമയങ്ങൾ ദൈവവചനം ആശ്വാസമായിട്ട് പങ്കുവെക്കും. ദൈവദാസന്മാരെ ക്ഷണിക്കും. ക്രിസ്തുവിൽ ബഹുമാനരായ ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകരും ബഹുമാനരായ എൻ്റെ സഹപ്രവർത്തകരായ കർത്തൃദാസന്മാർ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ദിവ്യ സമാധാനം കർത്താവ് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ ഈ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗ വാർത്ത പ്രിയ കർത്തൃദാസനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, അറിയുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ മുഴുവൻ സമയം നിൽക്കണം, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട ഒരു ഭവനത്തിലെ വാത്സല്യ അമ്മച്ചി കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധി ചേർക്കപ്പെട്ട് ഇന്നും ആ സംസ്കാര ശുശ്രൂഷകൾ നടക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ സമയം ഇവിടെ ആയിരിക്കുവാൻ കഴിയാത്തതിൽ ദയവായിട്ട് വാത്സല്യ കുടുംബാംഗങ്ങളോട് ഞാൻ ക്ഷമാപണം അഭ്യർത്ഥിക്കുന്നു. ഈ കിച്ചോട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വാത്സല്യ ഭവനം പ്രിയ പിതാവ്, മാതാവ്, അവരുടെ മക്കൾ ഒരനുഗ്രഹമായിരുന്നു, അഭിമാനമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനിൽ കൂടെ കഴിഞ്ഞ 2 വർഷത്തോളം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ചാക്കോ അവരുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കടന്നു വരുന്ന ദൈവദാസന്മാർക്ക് ഈ ഭവനം, പ്രിയ പിതാവ്, ഈ കുടുംബാംഗങ്ങൾ എന്നും ആശ്വാസമായി നിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. 70 വർഷം, ഏതാണ്ട് 7 പതിറ്റാണ്ടോളം വാത്സല്യ പിതാവിനെ ഇവിടെ ജീവിച്ചിരിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. എത്ര നാള് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനല്ലല്ലോ
ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ താനായിരുന്ന കുടുംബത്തിന് വേണ്ടി, താൻ ഉൾപ്പെട്ട സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി എപ്രകാരം ജീവിച്ചു, തന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കാഴ്ചവെച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമാർത്തിയത്. ഇവിടെ എനിക്ക് മുൻപ് പാസ്റ്റർ ലാലി ഫിലിപ്പ് ഓർപ്പിച്ച നല്ല വാക്കുകൾ നാം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. തന്നെ കുറിച്ചും തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതേ വഴിയായി കടന്നു പോകണമെന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അല്പസമയം മുൻപ് നമ്മുടെ ഈ വാത്സല്യ പിതാവ് നമ്മെ വിട്ട് കടന്നുപോയി. നമ്മുടെ സമയം എന്നാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ജനിച്ചവരൊക്കെ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കാത്ത, തീരാത്ത ഒരു നിത്യമായ അനുഭവം നമുക്കുണ്ട് എന്നുള്ളത് വിശുദ്ധ തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ അനുഭവത്തിലേക്ക് വാത്സല്യ അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും ദൈവജനപ്രകാരം കൽപ്പനകൾ അനുസരിച്ച് എവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും പറയുവാൻ കഴിയും, വാത്സല്യ അപ്പച്ചന്റെ ഈ മരണം കൊണ്ട് തന്റെ ജീവിതം അവസാനിക്കുന്നില്ല. എന്നാൽ അതിന്റെ അപ്പുറത്ത് നിത്യമായ ഒരു അനുഭവത്തിലേക്ക് താനെ മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. പ്രിയ ലാലി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഇവിടെ താൻ ആബ്സെന്റ് ആണെങ്കിലും മറ്റൊരിടത്ത് താൻ പ്രസന്റ് ആയി കഴിഞ്ഞു. മരണത്തെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ആ വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച തന്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനമുണ്ട്. ആ നല്ല സുദിനത്തിൽ വാത്സല്യ പിതാവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ധന്യനായ ശ്ലീഹ പൗലോസ് ഓർപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ 7 വിധ താഴ്ചകളുണ്ട് എന്നാണ് തന്റെ ലേഖനത്തിലൂടെ താൻ ഓർപ്പിക്കുന്നത്. എന്നാൽ ഉയർപ്പിന്റെ ശരീരത്തെ സംബന്ധിച്ചോളം പൗലോസ് ശ്ലീഹ തന്നെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: 7 വിധ ഉയർച്ചകളുള്ളതായ, ദ്രവത്വമില്ലാത്ത, അദ്രവത്വമുള്ള, വിണ്മയമായ ആ ഒരു ശരീരത്തോടു കൂടെയാണ് വാത്സല്യ പിതാവ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മടങ്ങി വരവെങ്കിൽ ഉയർക്കുവാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ, പ്രത്യാശയോടെ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ വാത്സല്യ മാതാവിനെയും കുഞ്ഞുങ്ങളെയും വാത്സല്യ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെയും എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത്, കർത്താവ് വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്ന ഉയർപ്പിൻ പൊൻപുലരിയും വാത്സല്യ അപ്പച്ചൻ ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശയുടെ വാക്കുകളോട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ദുഃഖാർത്തരായ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ദിവ്യമായ സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന മുക്കൂട്ടുതല ദൈവസഭയുടെയും ഈ സെന്ററിലുള്ള 30ഓളം ദൈവദാസന്മാരുടെയും സഭകളുടെയും എല്ലാവിധമായ ക്രിസ്തീയ പ്രത്യാശയും ദുഃഖവും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് അവസരം നൽകിയ കർത്താവിന്റെ ദാസനോട് പ്രത്യേക ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നതാണ്. വിശുദ്ധ സംഘക്കാർ കാത്തുവാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി, കാത്തുവാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. വാത്സല്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി, പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, സഹോദര കുടുംബങ്ങൾ, ഇവിടെയുള്ള
ദൈവദാസന കുടുംബം, ദൈവസഭ എല്ലാവരെയും സർവശക്തനായ ദൈവം തന്റെ പ്രത്യാശയും ദൈവ സമാധാനവും നൽകി കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരും തുടർന്ന് പിന്നാലെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും ഒരു ഭക്തന്റെ മരണത്തെ കുറിച്ച്, വേർപാടിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എല്ലാ പകലിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ വചനവും ഇവിടെ പാടുന്ന പ്രത്യാശയുടെ ഗാനങ്ങളും അഭിഷിക്ത ദാസന്മാരിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തിന്റെ വചനമെല്ലാം ഈ വാത്സല്യ പിതാവിന് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ ഈ ബോഡിയുടെ ചുറ്റും ഇരിക്കുമ്പോൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ഏത് പ്രത്യാശയോടെ ജീവിക്കുവാനുമുള്ള ഒരവസരമാണ്, ഒരു സമയമാണ് നാം ഇത് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ അവനവന്റെ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വാത്സല്യ പിതാവ് ഈ ലോക ജീവിത യാത്രയിൽ താനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവസഭയോട് ചേർന്ന് കർത്താവിന്റെ മേശ സംബന്ധിച്ച് വേർപെട്ട ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നയിച്ച മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് ദൈവത്തിൽ സന്തോഷിപ്പാൻ ഭാഗ്യം ലഭിച്ച ഈ വാത്സല്യ പിതാവിനെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് വകയുണ്ട്. അതിന്റെ എല്ലാം കാരണം കർത്താവിൽ തനിക്ക് ദൈവം കൊടുത്തതായ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. അങ്ങനെയെങ്കിൽ വാത്സല്യ അമ്മച്ചി, കുഞ്ഞുങ്ങൾ, അത് എല്ലാവരും വാത്സല്യ പിതാവ് കർത്തൃസന്നിധിയിൽ ദൈവദിന പ്രകാരം കാണിച്ച ആത്മീയ ആരാധനയും അതിന്റെ മാതൃകയെ പിൻപറ്റി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതെ, ഇതുവരെയും ശാരീരികമായും മാനസികമായും വ്യതകളും വേദനകളും ഒക്കെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നിത്യ വിശ്രമ സ്ഥലത്തേക്ക് നമ്മുടെ വാത്സല്യ പിതാവ് നമ്മേക്കാൾ മുന്നമേ കടന്നുപോയിരിക്കുന്ന ഒരു പ്രത്യാശ കർത്താവ് ദൈവദിന പ്രകാരം നമ്മുടെ ഉള്ളത്തിൽ നൽകിയിരിക്കുമ്പോൾ നമ്മുടെ വാത്സല്യ പിതാവിനെ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശ കർത്താവ് നമുക്ക് നൽകി തന്നതുകൊണ്ടാണ് നമുക്ക് ലോകജാതികളെ പോലെ അലമുറയിട്ട് നിലവിളിക്കുവാനും കണ്ണുനീരോടെ ഈ ബോഡിയുടെ ചുറ്റും ഇരിക്കാതെ ഏറിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതൊരു ഭക്തന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കില്ല, ജീവിതം ആരംഭിക്കുകയാണ്, തുടങ്ങുകയാണെന്നുള്ളതായ ആ ഒരു വലിയ പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൽ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ വാത്സല്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ അമ്മച്ചിയെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകത്തിന് തരുവാൻ കഴിയില്ല. എത്ര ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും ദിവ്യ സമാധാനം തരേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രായത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രായം കുറഞ്ഞവരും കൂടിയവരും നമ്മുടെ ഭവനത്തിൽ നിന്ന് എണ്ണത്തിൽ നിന്ന് ഒരാൾ കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വലിയ വേദനയാണ്, നമുക്ക് ദുഃഖമാണ്, പറഞ്ഞു തീരാത്ത ഒരു നഷ്ടമാണെങ്കിലും കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ആ പ്രത്യാശയെ പുതുക്കി അതേ ക്രിസ്തീയ ജീവിതം ഭയഭക്തിയോടെ നയിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നത് ഓർത്ത് ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്തദാസന്മാർ പറഞ്ഞാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനോട് പറയുണ്ടായി, ദൈവദാസന്മാര് രാവിലെ വരുമ്പോൾ തന്നെ അറിയാം അവർക്ക് മറ്റെന്തോ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര രാവിലെ വന്നെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതേ കർത്താവിന്റെ അതേ മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ വാത്സല്യ സഭയ്ക്ക്, ഈ വാത്സല്യ കുടുംബ പിതാവ് മക്കൾ ഒരു ആശ്വാസമായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം തന്റെ ദിവ്യ സമാധാനം കൊണ്ട് വാത്സല്യ കുടുംബത്തെയും ദൈവത്തിന്റെ സഭയെയും നിറയ്ക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ
ദൈവ സാന്നിധ്യം ആദ്യോടന്തം അനുഭവിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് ശുശ്രൂഷകളെ മാനിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന മുക്കടെ ചർച്ചകോട് ദൈവസഭയുടെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് അവസരമൊരുക്കിയ കർത്തദാസനോടും സഭയോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ, വാത്സല്യ മാതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ദൈവസഭ, ദേശനിവാസികൾ, ബന്ധുമിത്രാദികൾ, സകല പ്രിയപ്പെട്ടവരെയും ദൈവം തന്നെ നിത്യസമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ദുഃഖ സാന്ദ്രമായ ഈ പ്രത്യേക സന്ദർഭത്തിൽ എത്ര ആമേൻ ആശ്വാസം പറഞ്ഞാൽ, ആമേൻ എത്ര വാക്കുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചാലും ആശ്വാസമാക്കിയില്ല. എന്നാൽ ദൈവിക സമാധാനവും ദൈവിക പ്രത്യാശയും പ്രിയപ്പെട്ടവർ ഉള്ളത്തിൽ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം പറയുന്ന കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാർ. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രയത്നങ്ങളിൽ ഒരു വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്നു. അതെ, ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ, ചില മണിക്കൂറുകൾക്ക് മുമ്പേ പ്രിയ പിതാവ് വിശ്രമത്തിനായി നമ്മെ വിട്ട് കടന്നുപോയി. ആമേൻ. ദൈവവചനം പഠിക്കുമ്പോൾ ആമേൻ, ഈ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കമാണ്, നിദ്രയാണ്. എന്നാൽ ഈ നിദ്ര വിട്ട്, ഈ ഉറക്കം വിട്ട് ഉണരുന്ന ഒരു സമയമുണ്ട്. അതാണ് കർത്താവിന്റെ ദാസനായ പൗലോസിനെ വിളിച്ചു പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതെ, ആ കർത്താവിന്റെ വരവെങ്കിൽ പ്രിയ പിതാവിനെ നമുക്ക് കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ ആമേൻ, നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ വേർപാട് നമ്മെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതാണ്. ദൈവത്തിന് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ പ്രത്യാശയുടെ പൊൻപുലരി ആ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ഒരുമിച്ച് വാത്സല്യ പിതാവിനെ നമുക്ക് കാണാം. ആ വലിയ പ്രത്യാശ നമ്മെ ഭരിക്കുമാറാകട്ടെ. വാത്സല്യ അമ്മയെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ദൈവിക സമാധാനത്താൽ സ്വർഗത്തിലെ ദൈവം നിറച്ച് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ. ഞാൻ ശുശ്രൂഷിക്കുന്ന കനകഫലമില്ല ദൈവസഭയുടെയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുഃഖവും പ്രത്യാശയും ആമേൻ ഈ പ്രിയ ഭവനത്തെ അറിയിച്ചുകൊണ്ട് സമീപിക്കുന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നന്ദി. ശേഷാൽ ദൂരതയിൽ നിന്ന് ഈ ഡിസ്ട്രിക്റ്റിനോട് ബന്ധത്തിൽ കടന്നു വന്ന ആശ്വാസവചനങ്ങൾ പറഞ്ഞ ദൈവദാസന്മാരോട് സഭയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നിർവഹിക്കുന്നത് ലിവിങ് മ്യൂസിക് മിനിസ്ട്രീസാണ്. പ്രത്യേക അവരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. വളരെ വിലപ്പെട്ടവരാണ് ശുശ്രൂഷയിൽ. തുടർന്നും അവരുടെ ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് ദൈവയുടെയാകട്ടെ. അതുപോലെ ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഫോട്ടോ പകർത്തുന്ന, വീഡിയോ എടുക്കുന്ന, അതുപോലെ തന്നെ ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹമാകുവാൻ ആദ്യോടൊന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക വന്ദനം അറിയിക്കുകയും ചെയ്തു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ തിരക്കുകളായിട്ട് പ്രിയപ്പെട്ടവർക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് ആശ്വാസവചനങ്ങളും അനുസ്മരണവും നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നു.
പഴമണ്ണിൽ മേക്കൊരു പഴമണ്ണിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ച് പ്രിയ പിതാവ് ND ജോൺ ഇപ്പോൾ ചില മിനിറ്റുകൾ. പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുങ്ങളെ, ഞാനിപ്പോഴിവിടെ നിൽക്കുന്നത് നടുവില്ലം പഴമണ്ണിൽ മേക്കടൂർ അധിവസിക്കുന്ന 21 ഭവനങ്ങളെ പ്രതിനിധീകരിച്ചാണ്. ഈ നമ്മുടെ മുമ്പിൽ ആത്മാവിനെ കർത്താവിന് സമർപ്പിച്ചിട്ട് നമ്മുടെ മുൻപിൽ ഇപ്പോഴായിരിക്കുന്ന ഈ ഭൗതിക ദേഹം പ്രിയപ്പെട്ട അനിയൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന PS മാത്യു വർഷങ്ങളായി ഞങ്ങൾ തൊട്ട അടുത്ത വീടുകളിലായിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 20-21 വീട് മേക്കടൂർ പഴമണ്ണിൽ ശാഖയിൽപ്പെട്ട നടുവില്ലം പഴമണ്ണിൽ ശാഖയിൽപ്പെട്ട 21 വീടുകൾ അടുത്ത് താമസിക്കുകയാണ്. അതിനിടയ്ക്ക് മറ്റ് ഭവനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങനെ കഴിയുന്ന ഒരു കൊച്ചു സമൂഹത്തിൽ എത്രമാത്രം ഇടപഴകിയാണ് ജീവിച്ചത് എന്നുള്ളത് എപ്പോഴും അനുസ്മരിക്കുന്നതാണ്. പ്രിയപ്പെട്ട അനിയന് എൻ്റെ ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും മൂത്ത ആള് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്ത അനന്തരാവകാശി ആ നിലയിൽ PS തോമസ് അനുജന്റെ ജ്യേഷ്ഠൻ കുഞ്ഞുമോനെ ആണ്. ഞാനിപ്പോഴ് ഇത് പറയുമ്പോൾ വളരെ മാതൃകാപരമായി ദൈവത്തെ ഓർത്തും അറിഞ്ഞും ദൈവഭക്തിയിലെ ദൈവത്തിൻ്റെ ആരാധനയിൽ മുഴുകിയിരുന്ന ഒരപ്പച്ചനായിരുന്നു ശമുവേൽ എന്ന് പറയുന്ന ഈ അനിയന്റെയും കുഞ്ഞുമോന്റെയും ഒക്കെ അപ്പച്ചൻ എൻ്റെ ഉപ്പാണ്. ഏതാണ്ട് 30 വർഷത്തോടടുത്തായി കാണും ഏകദേശം അനിയനെ ഇറാനി പ്രദേശത്തേക്ക് താമസം മാറി. അതുവരെ ഞങ്ങളെ തൊട്ടടുത്ത് അയൽ വീടുകളിലായിട്ട് സഹോദരങ്ങളായിട്ട് കഴിഞ്ഞു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും കൊടുത്ത പ്രോത്സാഹനവും വളർത്തലും ഒക്കെ പുറമെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ശ്രീ PS തോമസ് അല്ലെ കുഞ്ഞുമോന് ഇവരുടെ ഒക്കെ വളർച്ചയിൽ വളരെ സുഖകരമായ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴിവിടെ ഉണ്ട്. ഒരു ദുഃഖകരമായ കാര്യം, ഇന്ന് നമ്മുടെ മുമ്പിൽ നിശബ്ദനായി ഇപ്പോൾ ഉറങ്ങുന്ന ഈ സഹോദരന്റെ ജ്യേഷ്ഠത്തി കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഇപ്പോഴേ മോർച്ചറിയിലെ വിശ്രമത്തിലാണ്. അത് ഒരു ദുഃഖകരമായ വാർത്തയായിട്ട് ഞാൻ അറിയിക്കുകയാണ്. സംസ്കാരം മിക്കവാറും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണെന്ന് കരുതുന്നു. ഇപ്പോഴേ ജ്യേഷ്ഠത്തിയും അനുജനും കർത്താവിന് താല്പര്യപ്പെട്ട സമയത്ത് വിളിച്ച് തന്നോട് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തില് വളരെ നല്ല സേവനത്തോടുകൂടെ നല്ല മനോഭാവത്തോടും സഹകരണത്തോടും കൂടെ ജീവിച്ച ഈ സഹോദരന്റെ വേർപാടിലെ നടുവില്ലം പഴമണ്ണിൽ മേക്കടൂർ ശാഖയുടെ പ്രത്യേകമായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം ഇദ്ദേഹത്തെ ആത്മാവിനെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈരൂർ നടുവില്ലം കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ അല്പസമയത്തിനകം എത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് ഒരു ചെറിയ അവസരം തന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ചുമതലക്കാരോടും പ്രിയപ്പെട്ട മക്കള് റജി, പ്രസാദ്, ആനു എല്ലാവരോടും അമ്മയോടും ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആത്മാവിന്റെ ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി എബ്രഹാം, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവും
വേർപാട് ഇന്ന് സംസ്കാര ശുശ്രൂഷയാണ്. അതിനോട് അത്യാവശ്യമുള്ളതുകൊണ്ട് രാവിലെ ചില സമയങ്ങൾ അദ്ദേഹം തൻ്റെ അനുസ്മരണങ്ങളും ദൈവവചനത്തിൻ്റെ ആശ്വാസവചനങ്ങളും അറിയിക്കും. അതിനായിട്ട് കർത്താവിനെ രക്ഷിക്കും. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ വിശുദ്ധ ഒരു കാലമായിട്ട് പെരുമാറാകട്ടെ. പ്രിയ അന്വേഷാന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന അമ്മയുടെ മാമ, പ്രിയ റേജുകളുടെ കുടുംബം, പ്രസാദ് കുടുംബം, അനി കുടുംബം, ബന്ധുക്കൾ, ശാസ്ത്രക്കാർ എല്ലാവർക്കും ഞങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം തരാൻ കഴിയത്തില്ല. സ്വർഗത്തിന് ചെയ്യുന്നവരാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ ശക്തനായ ദൈവമാണ്. എനിക്ക് പ്രിയ അനീഷാനെ ഞാനും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ 6 വർഷം ശുശ്രൂഷിക്കുന്ന കാലങ്ങളിൽ ഞാൻ ഈ ഭാഷയെ താമസിക്കപ്പെടുമ്പോൾ ഒരു എൻ്റെ പിതാവിനെ പോലെ കാണുവാൻ വളരെ സ്നേഹാദരവോടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയും പാസവുമല്ല, ഒരു കൂട്ടുകാരെ പോലെ എപ്പോഴും ഇടപെടുവാനും മണിക്കൂറിൽ സംസാരിക്കാനും ദൈവമിയാക്കി. തൻ്റെ അനീഷാന്റെ ദേഹവിയോഗം അല്ലെങ്കിൽ മരണം ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഇരിക്കുന്ന കാലയളവിൽ ഒറ്റ യോഗങ്ങൾ പോലും മുടക്കാതെ എല്ലാ ആരാധനകളിലും എല്ലാ കൂട്ടായ്മകളിലും വളരെ ആത്മാർത്ഥത്തോടെ സഹകരിച്ച കിറ്റിച്ചൂട് സഭയ്ക്ക് അനീച്ചാന്റെ വേർപാട് ഒരു തീരാ നഷ്ടമാണ്. എങ്കിലും ക്രിസ്തുവേശിൽ മരിക്കുന്നവർ ഒരു ഭാഗ്യവാന്മാർ. അവര് പ്രിയനീച്ചാൻ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ വിട്ട് സ്വർഗ പ്രതീക്ഷയെടുത്തുവാൻ തീർന്നു. ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വിലാസമാർ പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ ഒരിക്കലും അനീശാന് വേണ്ടി ഉള്ളതല്ല. ജീവനോടെ ശേഷിക്കുന്ന നമ്മുടെ ജീവിത യാത്രയിൽ ഈ കേൾക്കുന്ന വചനം നമുക്കൊരു വ്യത്യാസമായി രൂപാന്തരമായി നമുക്ക് ദൈവവഴിയാക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്. നിശ്ചയമായിട്ടും ബൈബിൾ അനുശാസിക്കുന്നത് ഉറങ്ങുന്ന ആൾ നിശ്ചയമായി ഉണരും. ഒരിക്കലും യേശുദമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ആൾ നിശ്ചയമായി ഉണരും. 2, മരണം എന്ന് പറയുന്നത് ഒരു വിശ്രാമമാണ്. വിശ്രമിക്കുന്ന ആൾ നിശ്ചയമായി എഴുന്നേൽക്കും. നമ്മൾ മനസ്സിലാക്കണം, മരണം എന്ന് പറയുന്നത് ഈ മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ പ്രവേശിക്കുന്ന ഒരു വാതിലാണ് മരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ അനീശാരിയായ ഈ മരണം നമുക്ക് മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും അസ്വർഗ പ്രതീക്ഷയുടെ കാണാം. ഞാൻ കഴിഞ്ഞ അനീശൻ വളരെ ക്ഷീണായിരിക്കപ്പെടുമ്പോൾ ഞായറാഴ്ച വയ്യ വെളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ പ്രാർത്ഥിക്കുന്നവല്ല, ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്നി ഞാൻ എഴുന്നേറ്റ് സൗഖ്യം പ്രാപിക്കണം. അതല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ ഒളിച്ചെന്നി വരണം. നിശ്ചയമായിട്ടും 100% എനിക്കറിയാം. ഭക്തനായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ കുടുംബം ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത കുടുംബമാണ്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സമയത്ത് പ്രിയ പിതാവിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാല് എല്ലാ കാര്യം എല്ലാവരും പറയത്തില്ല. എന്നാൽ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുവാനും പല കാര്യം സംസാരിക്കാനൊക്കെ ദൈവടിയാക്കി. ആ ജീവിതയാത്ര ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നിത്യമായ ആ സ്വർഗവനീസിൽ ചെന്നിരുന്ന ദൈവടിയാക്കട്ടെ. നമുക്കറിയാം, വേദോസം അനുശാസിക്കുന്നത് യോബിന്റെ ജീവിതത്തില് യോബ് തന്റെ തലമുറയ്ക്ക് വേണ്ടി യാഗം കഴിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, 6 വർഷം ഇരിക്കപ്പെടുമ്പോൾ എല്ലാ വർഷവും തന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രിയ പിതാവ് എനിക്കൊരു ഒക്ടോബർ മാസമാകുന്നു ഒരു 3 ദിവസം ഉപവാസപ്രാർത്ഥന നടത്താറുണ്ട്. തന്റെ തലമുറയ്ക്ക് വേണ്ടി എല്ലാ വർഷവും നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി കരയുവാനും പ്രാർത്ഥിക്കുവാനും യോബിന്റെ ജീവിതയാത്രയിൽ തന്റെ തലമുറയ്ക്ക് വേണ്ടി യോത്തോട് ദൈവസ്ഥനെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവവഴിയാക്കാറുണ്ട്. ഭക്തനായ യോബിന്റെ ജീവിതയാത്രയിൽ ഒരു യാഥാർത്ഥ്യം കാണുന്നത്, തന്റെ 10 മക്കൾ ലോകത്തിന് മാറ്റപ്പെട്ടപ്പോൾ രാവിലെ തന്റെ വീടിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ 10 ആമ്പുലൻസ് ഒരുമിച്ച് വന്നു. 10 ഡെഡ് ബോഡി നിരത്തി വെച്ചപ്പോൾ ഭക്തന്മാരുടെ പ്രത്യാശയുണ്ട്. യഹോവ വന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിനെ ഒരിക്കലും നഷ്ടമില്ലാത്ത കഷ്ടമില്ലാത്ത എനിക്ക് പ്രിയമണി മാമയോട് മക്കളുടെ ഒരൊറ്റ കാര്യമുള്ളൂ, പ്രിയ പിതാവിന്റെ നമുക്ക് ഇമ്പങ്ങളുടെ പരിശീൽ അവിടെ ചെന്ന് കാണാനുള്ള ശുഭദീക്ഷയിലൂടെ എനിക്കിന്ന് മുഴുവൻ സമയം ഇരിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ അമ്മാച്ചന്റെ ഭാര്യ മാറ്റപ്പെട്ടു പോയി. അത് മുക്കൂട്ടറയാണ്. എൻ്റെ അമ്മ 85 വയസ്സുണ്ട്. എൻ്റെ അമ്മയും കൊണ്ട്
അവിടെ കൊല കാണിക്കണം. അതുകൊണ്ട് നമ്മുടെ സമീപിക്കാൻ കഴിയത്തില്ല. സഭയെ ശ്രമിക്കുക. ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പൂർണ്ണ സുവിശേഷ ചെറുപാട് സഭയുടെയും റാന്നി വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ 18 സഭകളുടെയും ഹോസ്പിറ്റൽ സെക്രട്ടറി പേരിൽ എല്ലാവിധമായ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സമയം നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രത്യാശയോടെ ആയിരിക്കാനിടയായിരുന്നു. കർത്താവിന്റെ ദാസൻ അറിയിച്ചാൽ പോയ ഇടത്തെ കുറിച്ചുള്ള അറിവ് തന്റെ ജീവിതത്തിൽ രക്ഷാനിർണയം പ്രാപിച്ചതിന്റെ ആ ഉറപ്പാണ് നമുക്ക് ഇത്രത്തോളം പ്രത്യാശ തന്നിരിക്കുന്നത്. പിന്നെ തുടർന്നു അങ്ങനെ ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിക്കുന്നത്. വന്നതിന് ശേഷം എല്ലാ വ്യക്തികളുമായിട്ടും വളരെയധികം സ്നേഹവും സഹോദര്യവും വെച്ച് പുലർത്തിയിരുന്നവരാണ്. വിശുദ്ധായ പുസ്തകം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറെ ആയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം. പ്രിയ അനിയച്ചാനെ ഏകദേശം 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. മക്കളുടെ സന്തോഷവും എല്ലാം കണ്ട് അദ്ദേഹത്തിന് തൃപ്തിയായി. കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്ക് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം പുള്ളിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി രോഗവും ഭാരവും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. മരണം ഏത് പ്രായത്തിലായാലും ദുഃഖകരമാണ്. അത് സൃഷ്ടിക്കുന്നത് ഒരു വലിയ ശൂന്യതയാണ്. കാരണം ഈ പിതാവിനെ ഇനി നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യം. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം പോലെ തന്നെ ഭൗതിക ശരീരം ഇവിടുന്ന് മാറ്റപ്പെടുന്നതും അതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകും. പക്ഷെ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. വീണ്ടും ഈ ദാസനെ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ദുഃഖത്തിലേക്ക് ഏവരെയും സാർശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അങ്ങനെ ഈ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയുടെയും അതോടൊപ്പം എൻ്റെയും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഇവിടെ അറിയിച്ചു. പ്രിയപ്പെട്ട ദേവദാസന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട അനിയച്ചായൻ്റെ ദേഹവിയോഗത്തിൽ ആത്മാർത്ഥമായി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അനിയച്ചായനെ പറ്റി അനുസ്മരിക്കുമ്പോൾ ശാന്തനായ ഒരു മനുഷ്യൻ, എപ്പോഴും വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, സ്നേഹത്തോടുകൂടി എപ്പോഴും പെരുമാറിയിരുന്ന ഒരു മനുഷ്യൻ. ഈ സൗഭാഗ്യകരമായ ലോകത്തിൽ 70 വർഷക്കാലം മാത്രം ജീവിക്കാൻ ദൈവം അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. വീണ്ടും കർത്തൃസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. അദ്ദേഹത്തിന് യാത്രാമൊഴികൾ നേരുവാൻ മാത്രം ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയിൽ അനിയച്ചാനെ നമുക്ക് യാത്രയാക്കാം. ഈ കുടുംബവുമായി എനിക്കുള്ള ബന്ധം പീടികയിൽ ഷാജി
ഇപ്പോൾ അമേരിക്കയിലുള്ള ഷാജി എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകനാണ്. ആ ഒരു ബന്ധത്തിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അമേരിക്കയിലുള്ള ഷാജിയുടെ കുടുംബത്തിൻ്റെ പേരിലും റാന്നിയിലുള്ള എൻ്റെ കുടുംബമായ ആനപ്പാറ കുടുംബത്തിൻ്റെ പേരിലുമുള്ള അനുശോചനവും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുവച്ചു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായിട്ട് ഞാൻ അനീച്ചാൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. ഞാനും അനീച്ചാനും അല്ലെ പിഴിയൽ കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ചെറുപ്പം മുതൽ അനീച്ചാൻ ഇപ്പം വന്നിട്ട് കുറേ നാളേ ആയിട്ടുള്ളൂ. മേക്കുഴൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഇപ്പം ജോണിച്ചാൻ്റെ വീടും സ്ഥലവും ഒക്കെ വാങ്ങിച്ച് ഇവിടെ താമസിക്കുകയാണ്. പക്ഷേ ഈ ഇരിക്കുന്ന അച്ചാനും ഞങ്ങളും കൂടെ അച്ചാൻ്റെ പേര് ഞാൻ മറന്നുപോയതാണ്. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ ചിന്നാച്ചാൻ്റെ മക്കള് ചിന്നാച്ചാന്, ജോണിച്ചാന്, ബേബിച്ചാന്, അവരും അവരുടെ എല്ലാ മക്കളുമായിട്ട് വളരെ സൗഹൃദത്തിൽ അവർ കുറേ പ്രായമായിട്ടാണ് അമേരിക്കയുടെ പ്രദേശത്തേക്ക് കടന്നുപോയത്. അതുപോലെ ഇവരുടെ ഗ്രാൻഡ് ഫാദർ മത്തായിച്ചാന്, അമ്മച്ചി, അവരുമായിട്ടൊക്കെ നല്ല സുഹൃത്ത് ബന്ധം, അയൽ ബന്ധം, അന്യോന്യം സ്നേഹിപ്പാന്, അന്യോന്യം കരുതുവാന്, ബഹുമാനിപ്പാന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധിച്ചു എന്നുള്ളത് വളരെ പ്രസ്താവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ കുടിയേറി പാർക്കുന്ന രണ്ട് കുടുംബം പീഡിയയിലും വലികാലായിലും. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇന്നും വസിക്കുന്നു. അനീച്ചാൻ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം 35 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും ഈ ദേശത്ത് വന്ന് പാർത്ത് മറ്റുള്ളവരോട് കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളിലും സന്തോഷത്തിലും പങ്കാളിയാകുവാനും മറ്റുള്ളവരെ ബഹുമാനിപ്പാനും ദൈവം കൃപകൾ കൊടുത്തു. അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി ഇന്ന് നമ്മളെ വിട്ടുപോവുകയാണ്. നമുക്ക് വേർപാടൊക്കെയും വളരെ ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേർപാടിനെ കുറിച്ച് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. മരണം പുതിയ ഒരു അവസ്ഥയിലേക്ക്, നമ്മുടെ ജനനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് ദൈവജനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേർപാടിനെ ഓർത്ത് ഭാരപ്പെടാതെ നമ്മൾ അനീച്ചാന് നല്ല ഒരു യാത്ര അയക്കണം. അനീച്ചാൻ്റെ വേർപാടിലുള്ള എല്ലാ അനുശോചനങ്ങളും കുടുംബത്തെയും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വീണ്ടും എല്ലാവിധമായ നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ, സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കുടുംബാംഗങ്ങളോടുള്ള നന്ദി, സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളുന്നു. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധപാടും കടൽ തീരത്തി യേശുവിൻ തന്മുഖം ഒത്തിയിടും ഞാൻ. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധപാടും കടൽ തീരത്തിൽ യേശുവിൻ മുഖം ഒത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാനേ
വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവേ കുമ്പിടും ഞാൻ കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവേ കുമ്പിടും ഞാൻ കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിന ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനെൻ കാലുകൾക്കു വേഗമായി തീർന്നെൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും തീർന്നെൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ മാനസത്തിൽ ആധി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. പ്രിയ അനീജാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 4-ാം തീയതി രാവിലെ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ടാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. പ്രത്യാശയോടെ ആയിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ കടന്നുപോയ ആ വഴിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുള്ളതുകൊണ്ട് ആ വലിയ പ്രത്യാശ, മനുഷ്യ ജീവിതത്തിൻ്റെ സഹജമായ അന്ത്യമാണല്ലോ മരണം. അത് അനിവാര്യമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് കഴിയത്തില്ല. മരണം ഉള്ളതല്ല വിഷയം. അതിലുപരി എവിടെ ചേരുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിന്ന് പ്രിയ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ട് യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ
ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കേൾക്കുന്നത് ഇങ്ങനെയാണല്ലോ, സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം അതെന്നോട് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ വിശ്രമത്തിനായിട്ട് കർത്താവിൽ യേശു ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുവാൻ പ്രിയ പിതാവിന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെയുള്ളവരെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഉയർപ്പിന്റെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ടും വലിയ പ്രത്യാശയും കുടുംബത്തെയും ശുശ്രൂഷകളെയും നയിക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സണ്ണി അവർകൾ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിധനുമായ ദൈവമേ, നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒത്തുകൂടുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരന് ഒരു നല്ല യാത്രയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൂടി വരുവാൻ സ്വർഗം ഭാഗ്യം തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വാഹനങ്ങളെയൊക്കെ സ്വർഗത്തിലെ ദൈവം നിയന്ത്രിച്ചു. ഇത്രത്തോളം കാര്യങ്ങൾ അവിടുന്ന് ഭംഗിയായി ചെയ്തു തന്നതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും പ്രത്യാശയിലും ദൈവകൃപയിലും ഞങ്ങളെ പൊതിയണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലകാലം ഞങ്ങൾക്കുള്ള പ്രത്യാശ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അങ്ങനെ ഭക്തനായിരുന്ന് നല്ല അന്ത്യം പ്രാപിപ്പാൻ ഈ അവസ്ഥയിൽ കൂടെ ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നു എന്നുള്ള ആ തോന്നലും നിശ്ചയം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുവണം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പൽക്കാലം കാലാവസ്ഥകളൊക്കെ അവിടുന്ന് അനുകൂലമാക്കി തന്നല്ലോ. ഇനി കടന്നു വരുവാനുള്ള ബന്ധുമിത്രാദികൾ ചർച്ചക്കാരൊക്കെ തക്ക സമയത്ത് വന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം. ഏറിയ പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. റവറൻ ജോർജ് എബ്രഹാം അവர்கள். കർത്താവിൽ പ്രിയ കർത്തദാസെ, നാം ഏറ്റവും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അനീഷാൻ്റെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, കണ്ട നാൾ മുതൽ വളരെ സ്നേഹവും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അനീഷാൻ. അനീഷാൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒക്കെ ഞങ്ങൾ മേഘടൂർ ഉദിമോട് അയൽവാസികളാണ്. അയൽവാസികൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായി കുടുംബാംഗങ്ങളെന്ന് പറയത്തക്ക പോലുള്ള സ്നേഹവും ബന്ധവുമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും, കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും, വീട്ടിലെ ഏത് കാര്യങ്ങളാണെങ്കിലും അന്യോന്യം എല്ലാ കാര്യങ്ങളിലും സുഖദുഃഖങ്ങളിൽ പിതാക്കന്മാരുടെ കാലം മുതൽ ഒരുമിച്ച് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കുടുംബമാണ്. അനുജാൻ ഇങ്ങോട്ട് ഇവിടെ താമസമായതിനു ശേഷവും പല പ്രാവശ്യങ്ങളിൽ ആ സ്നേഹ കൂട്ടായ്മ അനുഭവിക്കാനിടയാക്കി തീർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അനുജാൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയ സഹോദര കുടുംബങ്ങൾ, പ്രത്യേകിച്ച് മേക്കുഴിയിലുള്ള പിഴമണ്ണൽ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. മറ്റ് അവിടെയുള്ള പല ദേശവാസികൾ, സ്നേഹിതർ ഇന്ന് ഇവിടെ ഈ ഭവനത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു കുടുംബത്തിലെ വ്യക്തിബന്ധമാണ് ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത്. പ്രിയപ്പെട്ട അനീഷാൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മേക്കുഴൂർ മാർത്തമായ ഇടവയിൽ ആയിരുന്ന സമയത്തും ഇടവയുടെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും വളരെ ശാന്തമായും അനുഗ്രഹമായും ജീവിച്ച വ്യക്തിയാണ്. ഇവിടെ വന്നും നസ്രത്ത് മാർത്തമായ ഇടവയുടെ അംഗമായിരുന്നു. ദൈവം നൽകിയതായ ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നരദാസന് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ അനുഭവമാണല്ലോ ഒരാളുടെ വേർപാടെന്ന് പറയുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വാഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അത് ഈ ലോകത്തിൽ ദുഃഖവും വേദനയും ഒക്കെ ഉളവാക്കുന്നെങ്കിലും പ്രത്യാശയുടെ തീരത്തേക്ക് പ്രിയപ്പെട്ട ദാസൻ ചേർന്നിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആ പ്രത്യാശയോടെ ജീവിച്ചതായ ഒരു വ്യക്തി മാറ്റപ്പെടുമ്പോൾ ആ പ്രത്യാശയുടെ തീരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള പ്രത്യാശയാണ്. അത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഓർപ്പിക്കുമ്പോൾ
ഈ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അതുകൊണ്ട് ഈ ശരീരം ഇപ്പോൾ അല്പസമയം കഴിയുമ്പോൾ മണ്ണിലേക്ക് ഏൽപ്പിക്കപ്പെടും. ഒരു വലിയ പ്രത്യാശയോടെയാണ് ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ പ്രത്യാശയുടെ അനുഭവമാണ്. അതുകൊണ്ട് ഈ ദിവസം നാം ഇവിടെ ഒരുമിച്ച് വരുമ്പോൾ മരണത്തെക്കുറിച്ചുള്ളതായ ചിന്തകൾ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുമ്പോൾ മരണത്തിനപ്പുറമായിരിക്കുന്ന പ്രത്യാശയാണല്ലോ നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. എന്തെന്നാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്, മരിക്കുന്ന മനുഷ്യന് ക്രിസ്തുവിൽ ഈ ലോകത്തിൽ ജീവിക്കുകയും പ്രത്യാശയോടെ ജീവിക്കുകയും നിത്യതയിലുള്ള പ്രത്യാശയോടെ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി ആ നിത്യ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന ഒരു ദിവസം. ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ ഈ ജീവൻ മറഞ്ഞിരിക്കുന്നു. ഇനിയും മറ പുരുണ്ടി മാറി ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്നത് കർത്താവിൻ്റെ വീണ്ടും വരവിങ്കൽ. ആ വരവിങ്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിലുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിച്ച് മറയപ്പെടുന്ന എല്ലാവരും ആ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക ദുഃഖമാണ്, താൽക്കാലിക യാത്രയപ്പാണ്. നിത്യമായ ഭവനത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് പ്രിയദാസൻ പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിച്ചു ക്രിസ്തീയ പ്രത്യാശയിലും ക്രിസ്തീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവം നൽകിയ നല്ല മാതൃകൾ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, ദേശത്തിന്, സഭയ്ക്ക് ഒക്കെ നൽകിയ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിത്യജീവന്റെ അവകാശിയായി ജീവിപ്പാൻ നമ്മെയും ഒരുക്കാം, നമ്മെയും പ്രത്യാശയോടെ ജീവിക്കാം. ആ പ്രത്യാശയിൽ നമുക്ക് ഹരിദാസനോട് യാത്ര പറയുവാൻ ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ട അനീച്ചാൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. ജീവിതകാലഘട്ടത്തിൽ ലഭിച്ച സ്നേഹത്തിനും കരുതലിനും അന്യോന്യമുള്ള സ്നേഹബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ അവസാനം യാത്ര പറയുന്ന അവസരമാണല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിൽ യാത്ര പറയുമ്പോൾ നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും കാണാവുന്ന ഒരു പ്രത്യാശയോടെ യാത്രയായിരിക്കും. പ്രിയപ്പെട്ട അനീച്ചാൻ്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് പ്രിയദാസിയ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, എല്ലാവർക്കും കർത്താവ് പ്രത്യാശ നൽകട്ടെ. ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസിൻ്റെ കുടുംബത്തോട് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒക്കെ പേരിലുള്ളതായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാസ്രയത്ത് മാർത്തോമ ഇടവകയുടെ പേരിലുള്ളതായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സമയം ശേഷാൽ പഴുമണ്ണിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാടിനോട് അനുബന്ധിച്ച് പ്രിയ അനീച്ചാൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. അതിൻ്റെ വേദനയിലാണ്. കർത്താവ് സകല ആശ്വാസങ്ങളും ആ കുടുംബത്തിലും ദൈവദാസന്മാർ തങ്ങളുടെ അനുസ്മരണങ്ങളും ആശ്വാസവചനങ്ങളും ഓർപ്പിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ വർഗീസ്, പാസ്റ്റർ എന്നെ ചാക്കോ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു 3 മാസക്കാലം കഴിഞ്ഞ വർഷം വീട്ടിച്ചോട് ദൈവസഭയിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് കൃപ ചെയ്തു. ആ ദിനങ്ങളിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ സന്തോഷാനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഏത് സമയത്തും പ്രിയ ഭവനത്തിൽ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലായാലും വിശുദ്ധിക്കായാലും വന്നാൽ ഒരു പുഞ്ചിരിയോടുകൂടെ ആളുകളെ സ്വീകരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ മക്കളെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും അവരെക്കുറിച്ച് വിവരങ്ങളൊക്കെ അറിയാനും പ്രാർത്ഥിക്കാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർക്കാർക്കും ദുഃഖമില്ലാഞ്ഞിട്ടല്ല അവർ ശാന്തമായിട്ടിരിക്കുന്നത്. ഒരു അവിശ്വാസികളുടെ ഭവനത്തിൽ നടക്കുന്ന അടക്കമായിരുന്നെങ്കിൽ മാറത്തളിയും
വാർത്തടിയും നിലവിളിയും അപ്രകാരമുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രിയപിതാവിൻ്റെ സംസ്കാരത്തിൻ്റെ ശുശ്രൂഷയിൽ ശാന്തമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എയർപോർട്ടിലൊക്കെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കാൻ പോകുമ്പോൾ അല്പം വേദനയും സങ്കടവും വരുമെങ്കിലും യാത്ര അയച്ചിട്ട് മടങ്ങിപ്പോകുന്നവർക്ക് ഒരു നല്ല ഉറപ്പുണ്ട്, ഏറെ താമസിയാതെ മടങ്ങി വരുമെന്ന്. അപ്രകാരമുള്ള ഒരു ചിന്തയാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഈ പ്രിയ പിതാവ് എന്നേക്കുമായി നഷ്ടപ്പെടുകയല്ല. ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ മരണം കൊണ്ടൊരു വേർപാടുണ്ടായത് ദൈവത്താലാണ്. അദ്ദേഹം അതിനായിട്ടൊന്നും ചെയ്തതല്ല. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ ദാസനെ വിളിച്ചു. അതുകൊണ്ടാണ് ദൈവം ഒരാളെ വിളിക്കുന്നതിന് മുമ്പേ ധൃതി പിടിച്ച് ആരും പോകാൻ പരിശ്രമിക്കരുത്. അത് ദൈവം ഭാഗത്ത് തെറ്റാണ്. എന്നാൽ ദൈവം തരുന്ന സമയം അത്രയും സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനിടയായാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. കാരണം ഇനി എത്രയും വേഗം കാണാം എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. മോശ തന്നെ സഹോദരനായിരിക്കുന്ന ഓരോൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ 90-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്ന, യഹോവേ എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എത്രയും സമയം കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരനെ കാണാം എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ടാണ് ശാന്തമായി ഈ പ്രിയപ്പെട്ടവർക്ക് ഇവിടെ ഇരിക്കുന്നത്. മതങ്ങൾ ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർന്നേൽക്കും. യേശു കർത്താവ് 2018 വർഷത്തിന് മുമ്പേ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് മരിച്ചു. വിശ്വസിക്കാത്ത ഒത്തിരി പേര് കണ്ടേക്കാം. എന്നാൽ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർക്കാണ്. നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന് വേണ്ടി ആ നിലയിൽ ജീവിക്കാമെന്ന ദൈവസന്നിധിയിൽ ഉറപ്പം തീരുമാനിക്കുന്ന അതേ അനുഭവങ്ങൾ അതേ വെളിപ്പെന്ന് വന്ന സമയത്ത് അത് ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ അതൊക്കെ കാരണമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയും വേഗം കർത്താവിൻ്റെ ദാസനെ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്കുള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ കൃപ ധാരാളം പകരട്ടെ. കടന്നു വന്നിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അനുശോചന വാക്കുകൾ അറിയിച്ച് നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നടുവിലം കുടുംബത്തെ പ്രതിനിധീകരിച്ച് സി വി വർഗീസ് മുമ്പോട്ട് വന്ന് കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ. ഞാൻ ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ അയിരൂർ നടുവിലം കുടുംബത്തിലെ പഴമണ്ണിൽ ശാഖയിൽ മേക്കുഴൽ ശാഖയിൽ നിന്ന് വന്ന ഈ പ്രിയപ്പെട്ട പിതാവിന് അയിരൂർ നടുവിലം കുടുംബയോഗത്തിൻ്റെ എല്ലാ അനുശോചനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടുവിലം കുടുംബയോഗത്തിലെ ഇത് 3ാമത്തെ ശവടക്കാണ്. പെരുമ്പെട്ടിലെ കോട്ടയിൽ മാപ്പത്തുള്ളിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരി മാതാവും കർത്തസന്ധിയിലായിരിക്കുന്നു. ഈ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രത്യക്ഷതയിൽ നാം കാണാമെന്നുള്ള പ്രത്യാശയിൽ ഇപ്പോൾ കുടുംബയോഗത്തെ പ്രതികരിച്ച് NJ വർഗീസ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. കൊച്ചിഫ്കൂരിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹം ചില മിനിറ്റുകൾ അനുസ്മരിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ്റെ വേർപാടിൽ വന്ന് ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങളുടെയും ദുഃഖം അറിയിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എൻ്റെ ഇളയ സഹോദരൻ ഈ കുടുംബമായിട്ടാണ് ബന്ധത ഇറങ്ങിയിരിക്കുന്നത്. ആ ബന്ധത്തിലാണ് എനിക്ക് ഈ ഭവനത്തിൽ പലപ്പോഴും ഇവിടെ വരുവാനും ഈ ഭവനത്തോടെ കൂട്ടായ്മ പുലർത്തുവാനും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയിൽ നിന്ന് പ്രിയ സഹോദരി കടന്നു വരുവാനിടയല്ലോ. പ്രിയ അമ്മയുടെ ഉയർത്ത് ന്യൂയോർക്കിലായിരുന്നപ്പോൾ എനിക്കും കൂട്ടായ്മയൊക്കെ ആചരിക്കാൻ സാധിച്ചു. നല്ല സമയങ്ങൾ ഓർക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ പ്രവർത്തിക്കുന്ന തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സഭകളുടെയും ഒക്കെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോട് 2 പ്രധാന ചോദ്യങ്ങൾ മരണത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഹൂദന്മാരുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. അതിന് കാരണമായി കർത്താവ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ കഴിയത്തില്ല. കർത്താവ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെപ്പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു, ഞാൻ മുംബൈ ഇരുന്നിടത്തേക്ക് പോകുന്നു. അങ്ങനെ പല ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ അവിടെയൊക്കെയും കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ ചോദ്യം പത്രോസ് പിന്നീട് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് അങ്ങ് എവിടെയാണ് പോകുന്നത്, എനിക്കും വരണമെന്ന് പറയുന്നുണ്ട്. അപ്പം പത്രോസിനോട് കർത്താവ് പറയുകയാണ്, 3 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച യേശുവിനോട് ചേർന്ന് ജീവിച്ച പത്രോസിനോട് പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് വരാൻ കഴിയും, ഇപ്പോൾ വരാൻ ഒക്കത്തില്ല, പിന്നീട് നീ വരും. അപ്പോൾ ഒരേ ചോദ്യത്തിന് കർത്താവ് 2 മറുപടി നൽകുകയാണ്. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയത്തില്ല. അതേസമയം പത്രോസിന് യേശുവിനെ അംഗീകരിച്ച, യേശുവിൻ്റെ കൂടെ നടന്ന, കൂട്ടായ്മ ആചരിച്ച പത്രോസിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയും, പക്ഷെ ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാൻ കഴിയും. അതിന് കാരണം പറഞ്ഞത്, നീ ഈ സഭയിലായതുകൊണ്ട് വരാൻ കഴിയത്തില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയെ വന്നില്ലാത്തതുകൊണ്ട് വരാൻ കഴിയത്തില്ല, പാപങ്ങൾ നിന്ന് മോചിക്കപ്പെട്ടത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ വരാൻ കഴിയും. ഈ കർത്താവിൻ്റെ ദാസൻ തൻ്റെ പാപങ്ങൾ മോചിച്ച് പെടുവാനിടയായി തീർന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, യേശുവുമായി കൂട്ടായ്മ ആചരിച്ചപ്പോൾ, സഭയുമായി ചേർന്ന കൂട്ടായ്മ ബന്ധത്തിലായപ്പോൾ തൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടവനായി നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. കാരണം യേശു പോയിടത്തേക്ക് കർത്താവിൻ്റെ ദാസനും പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല മാതൃക പിന്തുടർന്ന് വെച്ചാൽ ഈ പ്രിയദാസൻ്റെ വേർപാടിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും പ്രാർത്ഥനയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ദൈവം ഈ കർത്താവിൻ്റെ ദാസനും ഒരു ദിവസം യേശു നമുക്ക് ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ പൊൻപുരരിയിൽ പ്രത്യാശയുടെ പുറമുഖത്ത് തൻ്റെ ദാസനെ ക്ഷീണമില്ലാത്ത, രോഗമില്ലാത്ത ശരീരത്തോടുകൂടി നമ്മുടെയൊക്കെ പ്രത്യാശ ആയ കർത്താവിനോടുകൂടെ കാണാം എന്നുള്ള വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ.